സരുൺ ജോസാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. സരുൺ, ഈ ആക്രമണം സംബന്ധിച്ച വിവരം അത് ലോകത്തെ അറിയിച്ചത് ട്രംപ് തന്നെയാണ്. അപ്പോൾ ഈ ഇറാൻ അണ്വായുധ നിർമ്മാണം നടത്തുന്നു, അത് ഏത് കേന്ദ്രം എന്നാണോ പുറം ലോകത്ത് അറിഞ്ഞത്, ആ കേന്ദ്രം ഇപ്പോൾ തച്ചു തകർത്തു എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം അത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ, മറ്റെന്തെങ്കിലും വിവരമുണ്ടോ ഈ ആക്രമണത്തിന് ശേഷമുള്ളത്? സരുൺ. ഉന്മേഷ്, ഇറാൻ ഈ ആക്രമണം ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ അവരുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് നദാൻസിലെ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് അതിൽ ഒന്ന്. അത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും 220 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം ആഴത്തിലുള്ള ഭൂഗർഭ നിർമ്മിതിക്ക് അകത്താണ്. ഇതിൽ ഉയർന്ന തോതിൽ ആണവ പദാർത്ഥങ്ങളുടെ വേർതിരിക്കലും സമ്പുഷ്ടീകരണവും നടത്തുന്ന കാസ്കേഡ് സെൻട്രിഫ്യൂജ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉള്ളത്. ഇതിനകത്ത് ഈ നദാൻസ് ടണൽ സമുച്ചയം അത് വളരെ നീണ്ടു കിടക്കുന്ന ഒരു മേഖലയാണ്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി സൃഷ്ടിയെന്ന് കരുതപ്പെടുന്ന ഒരു നേരത്തെ ഒരു വൈറസ് ആക്രമണം നടത്തിയിരുന്നു. അത് ഈ നഡാൻസിലെ ഈ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു. മറ്റൊന്ന് ഇസ്ഫഹാനാണ്. ഇസ്ഫഹാൻ അത് ടെഹ്റാനിൽ നിന്ന് 350 കിലോമീറ്റർ മാറിയുള്ള കേന്ദ്രമാണ്. നിരവധി ശാസ്ത്രജ്ഞരടക്കം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. യുറേനിയം കൺവേർഷൻ പ്ലാന്റാണ് ഇവിടെയുള്ളത്. ചൈനീസ് ലബോറട്ടറികളും റിയാക്ടറുകളും ഈ ഭാഗത്ത് ഉണ്ട്. മറ്റൊന്ന് ഫോർദോയാണ്. ഫോർദോ പ്രധാനപ്പെട്ട ഒരു ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. ഇവിടെയും നേരത്തെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇവിടെയും ഭൂഗർഭ കേന്ദ്രമാണിത്. നേരത്തെ തന്നെ ഈ ഇറാന്റെ ഈ ഭൂഗർഭ ആണവ നിലയങ്ങൾ തകർക്കുവാൻ വേണ്ടി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്ന് B-2 ബോംബറുകൾ ഗുവാമിലേക്ക്, പസഫിക് ദ്വീപായ ഗുവാമിലേക്ക് ഈ B-2 ബോംബർ വിമാനങ്ങൾ നീങ്ങിയത്. ഇതിന് 11,000 കിലോമീറ്റർ പറക്കാനുള്ള ശേഷിയും അതുപോലെ തന്നെ ഏതാണ്ട് 20,000 കിലോ ബോംബ് വഹിക്കാനുള്ള ശേഷിയും. നേരിട്ട് ഇവിടെ ആക്രമണം നടത്തി മടങ്ങുകയായിരുന്നു അതോ ഈ അമേരിക്കയുടെ മറ്റേതെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ, ഇതിന് സമീപത്തെ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചായിരുന്നോ ഈ ആക്രമണം? സരുൺ. ഉന്മേഷ്, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗുവാമിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയിൽ നിന്ന് B-2 ബോംബർ വിമാനങ്ങൾ പറന്നിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം ഇറാനെ ആക്രമിച്ചിട്ടുണ്ടാകുക. അത്തരം വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരണം. എത്ര വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം എന്ന കാര്യത്തിലും വ്യക്തമല്ല. ഏതാണ്ട് 20ഓളം B-2 ബോംബർ വിമാനങ്ങളാണ് അമേരിക്കയുടെ കൈവശമുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിമാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അമേരിക്കയുടെ ആക്രമണം. നേരത്തെ ഇസ്രായേലിന്റെ കൈവശം ഇത്തരത്തിലുള്ള, അതായത് 200 അടി താഴ്ചയിൽ ഈ കേന്ദ്രങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇസ്രായേലാണ് അമേരിക്കയോട് ഈ ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെയും ഈ വിമാനങ്ങൾ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നും ഒരുപക്ഷെ പസഫിക് ദ്വീപായ ഗുവാമിൽ നിന്നായിരിക്കാം അമേരിക്ക ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപ് പറഞ്ഞതുപോലെ ഈ വിമാനങ്ങൾ നേരിട്ട് ഇറാനിൽ ചെന്ന് ആക്രമണം നടത്തി സേഫായി തിരിച്ചു പോരുകയായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ ട്രംപ് മാധ്യമങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ വ്യക്തമാക്കിയേക്കും. ഉന്മേഷ്. സരുൺ, അതുപോലെ തന്നെ ഈ ആക്രമണത്തിൽ ഈ ആണവ കേന്ദ്രങ്ങളിലൊക്കെ നിരവധി ജീവനക്കാരൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. നിരവധി ജീവനക്കാർ ഉണ്ടാകും, അവർക്ക് പ്രശ്നമായേക്കുമെന്ന്. അതേസമയം തന്നെ IAEA പറയുന്നു പൊതുജനങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ? ആ തരത്തിലുള്ള ഏതെങ്കിലും റിപ്പോർട്ടുകളോ സൂചനകളോ ലഭ്യമാണോ? ക്രിസ്റ്റീന, നേരത്തെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആണവ ചോർച്ച ഇല്ല എന്നാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അടക്കം ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതുവരെ ആണവ വികിരണങ്ങളോ മറ്റോ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെ, ഈ ആക്രമണം നടന്നതിന് പിന്നാലെ ഒരുപക്ഷെ ഈ ഭാഗത്തു നിന്നും, ഈ ആണവ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ഒക്കെ അവിടെ നിന്ന് മാറ്റി സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയിരിക്കാം. എന്തായാലും ഇപ്പോൾ ഈ അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം അത് സംബന്ധിച്ചുള്ള കാഷ്വാലിറ്റി തന്നെ ഈ സമയം പുറത്തു വന്നിട്ടില്ല. ഇറാൻ ആകട്ടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല. ഏതായാലും വൈകാതെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ പുറത്തു വരാൻ സാധ്യതയുണ്ട്.